വെൽക്കം ടു ലെക്സ് ലെക്ചർ. നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്ന ടോപ്പിക്ക് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. ആർട്ടിക്കിൾ 1 to 4 ആണ്. നമ്മൾ തൊട്ട് മുന്നേ നോക്കിയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ക്വാസി ഫെഡറൽ ആണ്. പ്യുവർലി ഫെഡറലും അല്ല, പ്യുവർലി യൂണിറ്ററിയും അല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഈ യൂണിയൻ ആണെങ്കിൽ ഒരു സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് വഴിയല്ല ക്രിയേറ്റ് ചെയ്തത്. അതേ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ ഒരു അൺഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ യൂണിയൻ ആണെങ്കിൽ ഒരു സ്ട്രോങ് യൂണിയൻ ആണ്. അതിനെ ബ്രേക്ക് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കത്തില്ല. അതേസമയം ഈ യൂണിയൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനും അതിൻ്റെ ഷേപ്പ് മാറ്റാനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന് അത് ഓൾട്ടർ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ യൂണിയനിൽ ഒരു സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഒരു സെപ്പറേറ്റ് യൂണിയൻ ആവാനും സാധിക്കത്തില്ല. ഹിംസ വിരോധത് സംഘ് വേഴ്സസ് മിർസാപൂർ മോത്തി കുരേഷ് ജമ്മത്ത് എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി ഹെൽഡ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്, പക്ഷെ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു കോൺഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ല. ആർട്ടിക്കിൾ 1 അകത്ത് പറയുന്നത് നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ ആണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരത് അതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ റെഫർ ചെയ്യുന്നത് അതിൻ്റെ അകത്തെ മെമ്പർ സ്റ്റേറ്റിനെയാണ്. നമ്മുടെ ടെറിട്ടറി ഓഫ് ഇന്ത്യക്കകത്ത് എല്ലാ സ്റ്റേറ്റുകളും എല്ലാ യൂണിയൻ ടെറിട്ടറികളും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പിടിച്ചെടുത്ത എല്ലാ ടെറിട്ടറികളും ഇൻക്ലൂഡഡ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ടെറിട്ടറി ഓഫ് ഇന്ത്യക്കകത്ത് ഒരു ടെറിട്ടറി അക്വയർ ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒരു പാർലമെന്റിന് ഒരു ലോ പാസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കറണ്ട് സ്ട്രക്ചർ നോക്കാം. കറന്റ് 28 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തെലങ്കാന ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 2014 തെലങ്കാനയും കൂടെ ക്രിയേറ്റ് ആകുമ്പോൾ 29 സ്റ്റേറ്റ് ആണ്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ക്യാൻസൽ ചെയ്യുന്നു ഇന്ത്യൻ യൂണിയനിൽ നിന്ന് 2019. അപ്പം നമ്മുടെ സ്റ്റേറ്റിന്റെ നമ്പർ 28 വീണ്ടും റെഡ്യൂസ് ആവുന്നു. യൂണിയൻ ടെറിട്ടറീസ് 9 ടോട്ടൽ യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്. ഡൽഹി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ഡമൻ ആൻഡ് ഡ്യൂ, പുതുച്ചേരി, ഛത്തീസ്ഗഡ്, ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019 പ്രകാരം നമ്മുടെ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്തിട്ട് 2 യൂണിയൻ ടെറിട്ടറീസ് ആയി മാറി. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി വിത്ത് ലെജിസ്ലേച്ചർ ഇല്ലാതെ ലഡാക്ക് എന്ന് പറഞ്ഞ ഒരു യൂണിയൻ ടെറിട്ടറി. ആർട്ടിക്കിൾ 2 പ്രകാരം അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ് ആണ് പറയുന്നത്. പാർലമെന്റിന് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഒരു പുതിയ സ്റ്റേറ്റിനെ ഇന്ത്യയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗമാവാം, ഭാഗമല്ലാതെയും ഇരിക്കാം. അങ്ങനെയുള്ള ഒരു പുതിയ സ്റ്റേറ്റിനെ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 2 പ്രകാരം ഇന്ത്യക്ക് ഫോറിൻ ടെറിട്ടറീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി അടുത്ത ആർട്ടിക്കിൾ 3 ആണ്. ഫോർമേഷൻ ഓഫ് ഓൾട്ടറേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. പാർലമെന്റിന് ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. 3 വേസ് വഴി 3 മെത്തേഡ് യൂസ് ചെയ്ത് ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ടെറിട്ടറിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ പാർട്സിനെ അല്ലെങ്കിൽ ഒന്നിലധികം സ്റ്റേറ്റിനെ യൂണിയൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ടെറിട്ടറി ആഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും പാർലമെന്റിന്. അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ബൗണ്ടറി ഓൾട്ടർ ചെയ്തോ അല്ലെങ്കിൽ നെയിം ഓൾട്ടർ ചെയ്തോ സ്റ്റേറ്റിന്റെ ഏരിയ ഓൾട്ടർ ചെയ്യാനും സാധിക്കും. അപ്പം നമ്മൾ എന്താണ് ഇങ്ങനെ ഓൾട്ടർ ചെയ്യുവോ ഒരു പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുവോ പാർലമെന്റിന് ചെയ്യണമെങ്കിൽ പാർലമെന്റ് ആദ്യമേ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷനോട് കൂടി ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ ബില്ല് ഇപ്പം എന്താണ് സ്റ്റേറ്റിന്റെ ഏരിയനെയോ ബൗണ്ടറിനെയോ അല്ലെങ്കിൽ പേരിനെയോ ബാധിക്കുന്നതാണെങ്കിൽ പ്രസിഡന്റ് ആണെങ്കിൽ ഇത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഈ ബില്ല് റെഫർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ വ്യൂ ഈ പ്രസിഡന്റ് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ ബാബുലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെക്കകത്ത് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റോ പാർലമെന്റോ ഇത് ബൈൻഡിങ് ആണ് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നാണ് ബാബുലാൽ എന്ന് പറഞ്ഞ കേസിനകത്ത് കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രദീപ് ചൗധരി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ കേസിൻ്റെ അകത്ത് ഹരിദ്വാർ ഡിസ്ട്രിക്ട് ഉത്തരാഞ്ചൽ
ഇൻക്ലൂഡഡ് ആവുകയാണ്. അപ്പം നമ്മുടെ UP ലെജിസ്ലേച്ചർ ഒബ്ജക്ഷനുമായിട്ട് വരുവാണ്. ഇപ്പം നമ്മുടെ കോർട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് റെഫറൻസ് കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പാർലമെന്റ് ആണെങ്കിൽ ഓൾറെഡി അമെൻഡ് ചെയ്ത ഒരു ബില്ല് വീണ്ടും റീറെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റിന്റെ ഒപ്പീനിയന് അതുപോലെ തന്നെ പാർലമെന്റും പ്രസിഡന്റിനും ബൈൻഡിങ് അല്ല, വേണമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. ആർട്ടിക്കിൾ 1 to 4 നമുക്ക് കീ ഫ്യൂച്ചേഴ്സ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഓഫ് ദ ടെറിട്ടറിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവർ പാർലമെന്റ് ടു അഡ്മിറ്റ് ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 3 എംപവർ പാർലമെന്റ് ടു റീഓർഗനൈസ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 4 ലോ മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 2 and 3 are not constitutional amendments അണ്ടർ ആർട്ടിക്കിൾ 368. എന്താന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 2 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 3 കീഴിൽ ഉണ്ടാക്കുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ 368 കീഴിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിട്ട് കണക്കാക്കത്തില്ല എന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ 4 പറയുന്നത്. ആർട്ടിക്കിൾ 1 to 4 റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്തും ആണ്. നമ്മുടെ പാർലമെന്റിന് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് റീഷേപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു സിമ്പിൾ മജോറിറ്റി അതിന് മതി. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു അൺഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി ലെറ്റ്സ് ലെക്ചർ സബ്സ്ക്രൈബ് ചെയ്യുക.